പണ്ടൊക്കെ ദൈവം ഇല്ല, ദൈവം നമ്മൾ ദൈവം എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര കോമഡി ആയിപ്പോയി. വേറൊരു അവസ്ഥയും കൂടെ ഉണ്ട് ഇപ്പൊ ദൈവത്തിന്. അതായത് നേരത്തെ നമ്മൾ ദൈവം ഈ കസേര ഇട്ട് ആകാശം എന്ന് പറഞ്ഞാൽ ഉറച്ച ഒരു സ്ഥലത്ത് ആകാശത്തിന്റെ മുകളിൽ രാജാവും പാർട്ടീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്ന ആൾക്കാർക്ക് ഇതിനപ്പുറം എന്താണെന്ന് അറിയാത്തൊരു കാലത്തില് ദൈവം എന്ന് പറയുന്നത് അങ്ങനെയാ. അപ്പോ അത് കഴിഞ്ഞ് പിന്നെ ദൈവം ഇങ്ങനെ ഈ സ്പേസ് ഇങ്ങനെ മനസ്സിലായി തുടങ്ങിയപ്പോഴത്തേക്കിന് ഈ ആകാശത്തിന് അപ്പുറത്തോട്ട് പോയി, യൂണിവേഴ്സിന് പോയി. ഇപ്പൊ എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്. അതങ്ങനെ ആ കസേരയില്ല, അവിടെ ഒരു ഇതൊന്നും ഇല്ല, സ്വർഗവും അതൊന്നും അങ്ങനെ ഇത്രയും ദൂരത്തല്ല, ദൂരം കൂടി. അപ്പൊ ദൈവം ഇതിനെ പറ്റി പഠിച്ചു. ദൈവം പഠിച്ചത് എന്ത് വേണേ പഠിച്ചോട്ടെ. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നങ്ങൾ നടന്ന ഇതിനിടയിൽ ഫിസിക്സ്, കെമിസ്ട്രി, സ്പീഡ്, അത് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നു. അതെ, അപ്പൊ ദൈവം അപ്ഡേറ്റ് ആയി. ദൈവം എന്ത് അപ്ഡേറ്റ് ആയെന്ന് ഞാൻ പറയുന്നതൊക്കെ. ആരാണ് ഈ ദൈവം? ദൈവം ആരാ? മനുഷ്യനുണ്ടാക്കി വെച്ച സാധനമല്ലേ, അതുകൊണ്ടാണ് അപ്ഡേറ്റ് ആവുമല്ലോ. ആവും. പക്ഷെ ഞാനും പറയട്ടെ, ഈ സാധനം ഇപ്പൊ മനുഷ്യൻ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്തോരം കെമിക്കൽസ് ആണെന്നുള്ളത് പിന്നീട് മനസ്സിലായി. അപ്പൊ ഈ ദൈവം മനുഷ്യനുണ്ടാക്കുമ്പോ വലിയ ലാബിലായിരിക്കും ഉണ്ടാക്കിയത്. പിന്നെ ഒരുപാട് കെമിസ്ട്രികളൊക്കെ ഇരുന്ന് ലാബിലിരുന്ന്. പക്ഷെ നമ്മുടെ കോമഡി എന്നാ വെച്ചാൽ ദൈവത്തിന് കെമിസ്ട്രി അറിയേണ്ട കാര്യമില്ലെന്നാ പറയുന്നവര്. കാരണം മനുഷ്യനുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ കുറെ കെമിക്കൽ തന്നെ അങ്ങ് ജോയിൻ ചെയ്ത് അങ്ങനെ ആവും. മഴ പെയ്യും എന്ന് പറയുന്നത് H2O, കുറച്ച് ഹൈഡ്രജനും ആദ്യം ഹൈഡ്രജൻ ഉണ്ടാക്കണം, പിന്നെ അതിനിടയ്ക്ക് ഓക്സിജൻ ഉണ്ടാക്കണം, അതിനു മുന്നേ അതിനൊക്കെ എല്ലാത്തിന്റെ ആറ്റംസ് ഒക്കെ ഉണ്ടാക്കി എന്തല്ലേ വലിയ പണിയാണ് ദൈവത്തിന്റെ പണി. ഇങ്ങനെ പണിയെടുത്തൊരു മനുഷ്യൻ അല്ല, ഇങ്ങനെ പണിയെടുത്തൊരു ദൈവം അല്ലേ. ഇപ്പൊ വിൻഡ് അതിന്റെ സ്പീഡ് നോക്കി വേണ്ട വീശാൻ. അതെ, ഓരോ ഇല അനക്കണ്ടേ. ഏതെല്ലാം അനങ്ങണമെന്നും കാറ്റ് വരണമെന്നും എത്രാമത്തെ മിനിറ്റിൽ അനങ്ങണമെന്നും സെക്കൻഡിൽ അനങ്ങണമെന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. പിന്നെ അതുകൂടാതെ പ്ലാനറ്റ്സ് എന്തോരവാ. നമ്മൾ ഉദ്ദേശിച്ചല്ലേ ഭൂമി പരന്നിരിക്കുവല്ലെന്ന് പിന്നെ മനസ്സിലായി, ഉരുണ്ടതാന്ന് മനസ്സിലായി. പിന്നെ അതുകൂടാതെ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോ ദൈവത്തിന് എന്തോരം പണിയായിരിക്കും. അപ്പഴ ഇവിടെ ഇരിക്കുന്ന ഓരോ മൈരന്മാരുടെ വീട്ടില് വിളക്ക് കത്തിച്ചിട്ടുണ്ടോ, അതുപോലെ പടം നല്ലപോലെ തൂത്തു കൊടുത്താണ് വെച്ചേക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നുണ്ടോ, അമ്പലത്തിൽ പോയി തലയും കുത്തി മറിയുന്നുണ്ടോ, ഉരുളുന്നുണ്ടോ, പാട്ട് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ, പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടാസ്കോട് ടാസ്കാ. ഈ പുസ്തകം വന്നപ്പോഴും പ്രശ്നം ഉണ്ടായിരുന്നേ. ഈ ദൈവം ഉണ്ടായ സമയത്ത് ഈ മൈരൊന്നും ഇല്ല, പ്രിന്റിംഗ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ മാറി ഡിജിറ്റലായി യേശു അല്ലെ, ദൈവം യേശു എന്ന്. ഈ മനുഷ്യനെ ഉണ്ടാക്കിയതോടുകൂടി ദൈവത്തിന് ചീത്തപ്പേരായി. അത് തന്നെ, മനുഷ്യൻ ആവശ്യമില്ലാതെ കുറെ ഉണ്ടാക്കുക, ടെലിഫോണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൂടെ അതിനൊക്കെ പ്രചരിപ്പിക്കുക ദൈവത്തെ. പണ്ട് ബുക്കിൽ കൂടെ വന്നത്, പത്രത്തിലൊക്കെ പേപ്പർ പ്രിന്റഡ് മീഡിയ എഴുതുന്ന ആ സമയത്ത് പ്രചരണം കൂടിയത്. അതിനു മുമ്പ് വരെ വലിയ പ്രചരണം ഇല്ലല്ലോ. ലോക്കലിൽ ഇങ്ങനെ കറങ്ങി നടക്കുമല്ലോ, ഓരോ ലോക്കലിൽ ഓരോ ദൈവമല്ല, കല്ല്, മരം, പഞ്ചായത്ത് ദൈവം, പഞ്ചായത്ത് ദൈവങ്ങളാണ്. അത് കഴിഞ്ഞ് ഇന്റർനാഷണൽ ദൈവം വന്നു, റീച്ച് കൂടിയ ദൈവം അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ എന്നൊക്കെ പറഞ്ഞ പോലെ ശ്രീകൃഷ്ണൻ, യേശു, മുഹമ്മദ് നബി. ആരായിട്ട് വരും? ആറാട്ടണ്ണനാണോ അലിൻ ജോസ് പെരേരയാണോ? എനിക്കൊന്ന് ആറാട്ടണ്ണാണ്. ആറാട്ടണ്ണൻ എല്ലാ ദിവസവും ഒരായത്തിറക്കുന്നുണ്ട് അല്ലേ. മാത്രമല്ല എല്ലാരും കല്യാണം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മുഹമ്മദ് നബിയുടെ എന്തോ ഒരു അല്ലേ വേർഷൻ ആണെന്ന് തോന്നുന്നു, മോഡേൺ വേർഷൻ, ഡിജിറ്റൽ യുഗത്തിലെ നബി ആണെന്ന് തോന്നുന്നു ആറാട്ടണ്ണൻ. പെരേര ജീസസ് ക്രൈസ്റ്റ്, ആ ടൈം ശ്രീകൃഷ്ണൻ. കണ്ടില്ലേ കളിക്കുന്ന കിടന്ന് ഉള്ള പെണ്ണുങ്ങളെ എല്ലാം കൊണ്ടുവന്ന് അത് വഴി നടത്തി പാട്ട് പാടുന്നു, കറക്കുന്നു. അത് ജീസസ് എന്ന് പറയുമ്പോ ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര. പാട്ട്, ഡാൻസ്, കൂത്ത്, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. വെള്ളം വീഞ്ഞാക്കുന്നു, വെള്ളം കുടിച്ചാൽ കിക്ക, അങ്ങനെയൊക്കെയാന്ന് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കാണുന്ന മുഴുവൻ ലൈറ്റിനെ പറ്റിയൊക്കെ ദൈവം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അല്ലേ. എന്തെല്ലാം ചെയ്ത് എന്നിട്ട് മനുഷ്യനൊരു വിലയില്ലെന്നാ പറയുന്നത്. ദൈവത്തിന് എന്നിട്ട് റെസ്പെക്ട് കൊടുക്കാൻ പറ്റും. ഓരോ പുതിയ സാധനം വരുമ്പോഴും ദൈവം എവിടെയൊക്കെ പോകേണ്ടി വരും അല്ലേ, എന്തൊക്കെ പഠിക്കേണ്ടി വരും. ഇതെല്ലാം നേരത്തെ പഠിച്ചതാണ്, അത് നടന്ന തന്നെ സമ്മതിച്ചളയാ. സൂപ്പർ ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് സിനിമ കാണണം, റിവ്യൂ ചെയ്യണം അല്ലേ, ആ പാട്ട് കേൾക്കണം, ശബ്ദങ്ങൾ മാറി. ഈ പണ്ടൊക്കെ എവിടെയോ മൂലക്കിരുന്ന് അലറിക്കുയവന്മാരൊക്കെ ഇവരധികം പേരോട് സംസാരിച്ചില്ലല്ലോ. ഒന്നാമത് ഒരു 10 പേര് 15 പേര് അടങ്ങുന്ന വളരെ കുറഞ്ഞ പോപ്പുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് സംസാരിച്ചത് എന്തോ പറഞ്ഞ് ഈ പരുവത്തിലായതുകൊണ്ട് ഇപ്പൊ ഈ കോടാനുകോടി ജനം വന്നപ്പോ ഇന്റർനെറ്റും ഒക്കെ കൂടെ വന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഇത്ര വാസ്റ്റ് ആയതുകൊണ്ട് മാസമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയും. പക്ഷെ അതൊന്നും ഇത് അറിയത്തൊന്നുമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ദൈവം നേരത്തെ സെറ്റ് ചെയ്തത്? അങ്ങനെ ദൈവത്തിന് ആദ്യമേ അങ്ങ് ചെയ്തുകൂടാന്നോ അല്ലേ?
ഈ സാധനം അങ്ങനെയല്ലേ വേണ്ടത്. അതെ, അല്ലാതെ എന്തോന്ന് ദൈവത്തിനെല്ലാം അറിയുകയും ചെയ്യാം. ദൈവം സർവ്വശക്തനുമാണ്. അങ്ങനെ ആദ്യം ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഇങ്ങനെ എടുത്ത് മെനക്കെടരുത്. എനിക്ക് പെട്രോളിയം കണ്ടുപിടിക്കണം, കംപ്ലീറ്റ് ആണ്, എനിക്കെല്ലാം അറിയാം. അതേപോലത്തെ ഐറ്റം ആണെന്ന് തോന്നി ദൈവത്തിന്റെ വിശ്വാസികളും അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് അവര് പറയും കാണണം അവിടെ ദൈവമാണല്ലോ, ഇതാണല്ലോ ദൈവം, ഇതെല്ലാം ഉണ്ടാക്കിയല്ലോ, വെളിച്ചം ഉണ്ടാക്കിയില്ലേ. വെളിച്ചം എന്ന് പറയുമ്പോൾ ബൾബാണേലും എന്താ, ട്യൂബ് ലൈറ്റ് ആണേലും എന്താ, ക്യാമറയുടെ ഫ്ലാഷ് ആണേലും എന്താ, വെളിച്ചമല്ലേ. ഉള്ളൂ. അതിപ്പോ ആദ്യമൊക്കെ സൂര്യനെ ഉള്ളതെന്നു, പിന്നെ നമ്മള് തീയൊക്കെ കത്തുന്നപ്പോ അവിടെ നിന്ന് ഒരു വെളിച്ചം കണ്ട്, അതും പിന്നെ ദൈവമാണല്ലോ. അതെങ്ങനെ മണ്ണെണ്ണകളൊക്കെ അങ്ങനത്തെ സ്വസ്തി എന്നാണല്ലോ, എന്തോ അസ്വസ്ഥയാണ് മൊത്തത്തിൽ. അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവന്മാര്. ഈ ഡിജിറ്റൽ പാക്കേജ് വരെ, മറ്റേ നമ്മുടെ പാക്കറ്റ് ഡേറ്റ ഇല്ലേ, അതുവരെ ദൈവം ഇപ്പൊ ഉണ്ടാക്കിയേക്കുന്നത്. റാമിനുണ്ടെന്ന് ആരാണ്ട് പറഞ്ഞല്ലേ. എന്തല്ലേ ആ അവസ്ഥയാ മനുഷ്യൻ. അത് ഇന്ത്യയിലെ ഉള്ളെന്നാ ഇങ്ങനെയുള്ള പൊട്ടന്മാര്. ആദ്യം തുടങ്ങി വെച്ചത് അവര് തന്നെ ശരിക്കും, അവിടുത്തെ പാസ്റ്റർമാരാണ്. സയന്റിഫിക് ദൈവങ്ങൾ എന്തല്ലേ. സിഗ്നൽ ലൈറ്റ് കത്തിക്കുന്ന ദൈവം, ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ദൈവം, ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ദൈവം, സർജറി നടത്തുന്ന ദൈവം. ദൈവം ഇതൊക്കെ അറിയുന്നുണ്ടോ? സ്റ്റിച്ചൊക്കെ ഇടുന്ന ഇങ്ങനെ പാരസെറ്റമോളൊക്കെ കഴിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ട് എന്തെല്ലാം കണ്ടുപിടിച്ചല്ലേ. ഇതൊക്കെ എന്നാ നേരത്തെ അങ്ങ് കൊടുത്തിരുന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവർ കുറച്ച് ആയുസെങ്കിലും ഉണ്ടായിരുന്നു. അവർ കുറച്ചുകൂടെ പ്രാർത്ഥിച്ചാണ്, ദൈവത്തിനെ അങ്ങ് പുകഴ്ത്തിയാനായിരുന്നു എല്ലാം കൂടെ. പുകഴ്ത്തി അങ്ങോട്ട് മതിയായില്ല. ഇപ്പോഴും പുകഴ്ത്തലുകാരാ, ദൈവമല്ല. കഷ്ടമുണ്ട് ഇവർക്ക്. ഈ അവസ്ഥ മാറണമെന്ന് തന്നെ ഉണ്ടല്ലോ, ഈ ബോധം പറഞ്ഞോളൂ. ഇത് മുഴുവൻ കണ്ടാൽ മനസ്സിലാവും, പക്ഷെ അവരിത് കാണുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ അമ്പലവും പള്ളിയൊക്കെ ഇവിടെ പൊളിച്ചു കളയണ്ട, ആരും അങ്ങോട്ട് പോകത്തില്ല, ഒരു മനുഷ്യൻ പോകേണ്ടി വരത്തില്ല അങ്ങോട്ട്. അത്രയും ചിന്തിച്ചാൽ മതി. ഇങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെയാണോ ഈ പറഞ്ഞ മെറ്റലും അയണും ഈ ടാറും കോൺക്രീറ്റും ഈ വണ്ടിയും വള്ളവും പെട്രോളും എന്തൊക്കെയാ പറഞ്ഞ മരുന്നും അല്ലേ, കൺസ്ട്രക്ഷൻ, മെഡിസിൻ, പിന്നെന്താ എയറോനോട്ടിക്സ്, സ്പേസ്, അണ്ടർഗ്രൗണ്ട്, ജോഗ്രഫി, ബയോളജി, ബോട്ടണി, ഇതെല്ലാം കഴിഞ്ഞപ്പോഴും പിന്നെ ഇരിക്കുക. നമ്മള് സ്കൂളിലൊക്കെ പിന്നെ എന്തിനാ പഠിച്ചേ? ആകപ്പാടെ 2 ബുക്കേ ഉള്ളൂ ഇവരുടെ ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ. അതുകൊണ്ട് തേങ്ങ ഉടച്ചു ശാസ്ത്രജ്ഞന്മാർ. പക്ഷെ ഒരു കാര്യം, റിലീജിയസ് ബുക്സ് എന്ന് പറഞ്ഞാൽ 2-3 ബുക്കേ ഉള്ളന്നേ. ബാക്കി ബുക്കുകളൊന്നും വായിക്കണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. ഇതങ്ങ് വായിച്ചാൽ മതി, എല്ലാം തികയുമെന്ന്. എന്നിട്ട് ആരും ഇത് വായിച്ചിട്ട് ജീവിക്കാനും പറ്റത്തില്ല. ഇപ്പോ അങ്ങനെ ജീവിക്കും. ഇത് മാത്രം പഠിച്ചിട്ട് അവിടെ ഇത് പ്രചരിപ്പിച്ച് നടക്കുവോ ജീവിതകാലം മുഴുവൻ? അതിന് വല്ലാത്ത ജീവിതമായിരിക്കും. ഇതിനെല്ലാം തള്ളി പറഞ്ഞിട്ടേ ഭയങ്കരം. ഇനിയിപ്പോ ആയുസം നീട്ടി എന്തോ ചെയ്യോ, രോഗങ്ങൾ കൊണ്ടുവരുവോ, അതാ വേറെ രസം. രോഗം കണ്ടുപിടിച്ച് ദൈവം മനസ്സിൽ ഇത്ര രോഗങ്ങളെ മുറിവേൽപ്പിക്കുന്ന എന്തിനാ? ശുശ്രൂഷിക്കാനോ എന്തിനാന്ന് പറയല്ല, സുഖപ്പെടുത്താനായിട്ട് മുറിപ്പെടുത്തുന്നവനാണ് ദൈവം. വല്ലാത്തൊരു അസുഖം തന്നെ, വല്ലാത്തൊരു കെട്ട ദൈവമായി പോയാലും ഊമ്പി ഒരു ദൈവം. അല്ല, ഞാൻ പറഞ്ഞൊരു ഉദാഹരണം ഉണ്ടല്ലോ. ഒരു ശാസ്ത്രജ്ഞൻ ഒരു AI ഉണ്ടാക്കുന്നു. റോബോട്ടും ഉണ്ട്. റോബോട്ട് എന്ന് വെച്ചാല് നമ്മൾ പറയുന്ന പോലെ മാത്രം കേൾക്കുന്ന സാധനം. AI എന്ന് വെച്ചാല് മനുഷ്യന്റെ അഭാവത്തിലും തന്നെത്താൻ തീരുമാനം എടുത്ത് പ്രവർത്തിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു സാധനം. അപ്പൊ ഒരു ശാസ്ത്രജ്ഞന്റെ ഒരു AI റോബോട്ടിനെ ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ശാസ്ത്രജ്ഞൻ അറിയാം ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഇയാള് പെരുമാറണമെന്നില്ലെന്ന്. എന്നിട്ട് ആ റോബോട്ടിനെ ഇട്ട് പീഡിപ്പിക്കുക, ഞാൻ പറഞ്ഞ പോലെ കേട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട്. എന്നാ പൊട്ടനായിരിക്കും. അതെ, തലയ്ക്ക് സുഖമില്ലാത്തവന്റെ കിട്ടിയ പോലെ ഉണ്ട്. അതെ, എന്താണ് പട്ടിടയിൽ പൊതിക്കാത്ത തേങ്ങ കിട്ടും. അല്ല, ഈ ഭൂമി ഇങ്ങനെ കറക്കുന്നതേ അതൊക്കെ ഭയങ്കര പരിപാടിയാ. ഈ ഹീലിയം എല്ലാം കൂടെ കത്തിച്ചിട്ടേ ഇങ്ങനെ ഇത്രയും നാള് അത് തീരാതെ ഊതുവാണ്. ഊതുമായിരിക്കും. കൊറേ കൊണ്ട് വെച്ചിട്ടുണ്ട്, കൊറേ സ്റ്റോക്ക് ചെയ്തേക്കുക. ഒന്നും പേടിക്കണ്ട. പിന്നെ ഉണ്ടാക്കാൻ പറയുമ്പോ ഉണ്ടാവില്ല. പക്ഷെ അത്രയും ഡീസൽ വെച്ചിരുന്ന ഒരൊറ്റ നിമിഷം കൊണ്ട് മൊത്തം കത്തിപ്പോനെ പോയനെ. പക്ഷെ ഫ്യൂഷൻ ആയിക്കൊണ്ടാണ് നിൽക്കുന്നത്. കഷ്ടം. എന്ത് സാധനമല്ലേ, എന്തൊക്കെയല്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ഓരോ മണൽത്തരയിലും ഉണ്ടെന്ന് അരിമണിയിലൊക്കെ എഴുതി വെച്ചേക്കും ആര് തിന്നണം. ഏത് ഊളയാടാ അവനൊക്കെ. അത് ഇത് തിന്ന് തൂറുമ്പോ തീട്ടത്തിൽ അങ്ങനല്ലെന്ന് അല്ല, അത് ഉണ്ടാക്കത്തില്ലേ ഈ പവിഴം റൈസ് ഒക്കെ എടുക്കത്തില്ലേ, അവര് ഇനി എഴുതിയിട്ടുണ്ട്. ഇത് പവിഴമാണ്, ഇത് ഡബിൾ ഹോൾസ്, ഇത് തിന്നണ്ട ആൾ. എന്തോ അവസ്ഥയെന്ന് നോക്കിക്കോണേ.
പിള്ളേരൊക്കെ നോക്കുന്നു ബസ്സിലിരുന്ന് കൊച്ചു കൊച്ചുങ്ങളാണല്ലോ, അവരോർത്ത് കാണും നമ്മളെന്താ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട് എന്താ കാണിക്കുന്നത്. അപ്പൊ ശരി ബൈ. ആ പോകുന്നൊക്കെ ദൈവത്തിന്റെ വണ്ടിയാ, ആംബുലൻസ്. അതും ദൈവം കണ്ടുപിടിച്ച കേട്ടോ. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ദൈവം കണ്ടുപിടിച്ചതാണ്. ദൈവം നേരത്തെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ രക്ഷ വെച്ച്. ഈ പൊല്യൂഷനൊക്കെ ഇരുന്ന് ഉണ്ടാക്കുന്ന ദൈവത്തിനെ സമ്മതിക്കണം. അപ്പൊ ശരി ബൈ.